തെങ്ങിൽ നിന്നും വീണ് പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞ അഞ്ചൽ കൂട്ടങ്കര സ്വദേശി രാജനെ സ്വന്തം വീട്ടിൽ കയറ്റാതെ ബന്ധുക്കൾ. മദ്യപിച്ച് അക്രമാസക്തനാകുന്ന രാജനെ വീട്ടിൽ കയറ്റില്ലെന്ന നിലപാടാണ് വീട്ടുകാർ സ്വീകരിച്ചത്. രാജനെ പിന്നീട് പോലീസ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. ഓട്ടോറിക്ഷയിൽ അഞ്ചൽ മിഷൻ ആശുപത്രിയിലാണ് രാജനെ നാട്ടുകാർ ആദ്യം എത്തിച്ചത്. പരിക്കേറ്റ രാജന് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം വീട്ടുകാരെ ബന്ധപ്പെട്ട ആശുപത്രി ജീവനക്കാരോട് വീട്ടുകാർ സഹകരിക്കാനോ ആശുപത്രിയിൽ എത്താനോ തയ്യാറായില്ല. പരിക്കേറ്റ രാജൻ ഓട്ടോയിൽ വീട്ടിലെത്തിയെങ്കിലും വീട്ടുകാർ രാജനെ ഓട്ടോയിൽ നിന്നും ഇറക്കാനോ വീട്ടിലേക്ക് കയറ്റാനോ തയ്യാറായില്ല. ദിവസവും രാജൻ മദ്യപിച്ചെത്തി വീട്ടിൽ വഴക്കുണ്ടാക്കുന്ന ആളായതിനാൽ പരിക്കേറ്റ രാജനെ വീട്ടിൽ കയറ്റാനോ തുടർ ചികിത്സയ്ക്കായി ഒപ്പം ആശുപത്രിയിലേക്ക് പോകാനോ വീട്ടുകാർ തയ്യാറാകുന്നില്ല എന്നാണ് നാട്ടുകാർ പറഞ്ഞത്. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതിന് ശേഷം പ്രാഥമിക ചികിത്സ പോലും നൽകാതെ ഇവർ ഒരു ഓട്ടോയ്ക്കകത്ത് കയറ്റി കാലിൽ കുറെ തുണി മാത്രം വെച്ച് കെട്ടി അഞ്ചൽ സെന്റ് ജോസഫ് ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്ക് ഒരു പരിചയമില്ലാത്തൊരു ഓട്ടോ ഡ്രൈവറെ കയ്യിൽ ഓട്ടോയ്ക്കകത്ത് കയറ്റി വിട്ടു. പക്ഷേ വീട്ടുകാർ എന്ന് പറയുന്നവർ വീടുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതുകൊണ്ട് അവർ ഇയാളെ ഏറ്റെടുക്കാൻ തയ്യാറായില്ല. അങ്ങനെ പ്രദേശവാസികൾ ഇയാളെ തിരിച്ച് മിഷൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടും ഇയാൾക്ക് പ്രാഥമിക ചികിത്സ നൽകുവാൻ ഇവിടുത്തെ ആശുപത്രി മാനേജ്മെന്റ് തയ്യാറായില്ല. ഓട്ടോറിക്ഷയിൽ നിന്നും ഇറങ്ങാൻ കഴിയാതെ വീടിന് മുന്നിലെ റോഡിൽ മണിക്കൂറുകളോളം ഓട്ടോയിൽ കിടന്ന രാജനെ സമീപവാസികൾ വീണ്ടും അഞ്ചൽ മിഷൻ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ആശുപത്രിയിൽ രാജനെ എത്തിച്ചവർ രാജന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനോ ചികിത്സാ രേഖകളിൽ ഒപ്പിട്ട് നൽകാനോ തയ്യാറാകാത്തത് ആശുപത്രി ജീവനക്കാരും രാജനെ എത്തിച്ചവരും തമ്മിൽ വാക്കേറ്റത്തിനിടയാക്കി. ഒരു ആക്സിഡന്റ് പറ്റി ഒരു പ്രതിക്ക് പിന്നീട് സ്ഥലത്തെത്തിയ അഞ്ചൽ പോലീസ് രാജന്റെ വീട്ടുകാരുമായി ബന്ധപ്പെട്ടുവെങ്കിലും ആശുപത്രിയിൽ വരാനോ രാജന്റെ തുടർ ചികിത്സയ്ക്ക് ഒപ്പം നിൽക്കാനോ തയ്യാറായില്ല. ഇതേ തുടർന്ന് അഞ്ചൽ പോലീസും ആശുപത്രി ജീവനക്കാരും 108 ആംബുലൻസ് വിളിച്ചു വരുത്തി രാജനെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. തെങ്ങിൽ നിന്നും വീണ രാജന്റെ ഇടത് കാൽമുട്ടിന് താഴെ പൊട്ടലും സംഭവിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.